നമസ്കാരം, എല്ലാവർക്കും KS മെറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ PSC ഒരുപാട് മാറിയിട്ടുണ്ട്. പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ്. ചില കൺസെപ്റ്റുകൾ എത്ര പഠിച്ചിട്ടും അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇത് അവർക്ക് എക്സാമിൽ വലിയ തോൽവികൾ നേരിടാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മളിതായ ഒരു പുതിയ ഉദ്യമമായിട്ട് എത്തിയിരിക്കുകയാണ് കോൺസെപ്റ്റ് മാസ്റ്റർ. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പാടായിട്ടുള്ള, നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന കൺസെപ്റ്റുകളൊക്കെ തന്നെ സിമ്പിളായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ തന്നെ ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിലിമിനറിയുടെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു ഏരിയയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, അല്ലേ? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഏരിയക്കകത്ത് എപ്പോഴും ചോദിക്കുന്ന PSC ഒരു പ്രോബ്ലം എന്ന രീതിയിൽ ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് GDP, GNP, അല്ലേ? അതുപോലെ NDP, NNP, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി എങ്ങനെ ഒരു പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ GDP എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ ഡെഫിനിഷനിലേക്ക് പോകുന്നില്ല. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത്, അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, അതും ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ മോണിറ്ററി വാല്യൂ, അതും ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എക്കണോമിക് ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ പീരീഡിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും എന്താണ് മോണിറ്ററി വാല്യൂവിനാണ് നമ്മൾ GDP എന്ന് വിളിക്കുന്നത്. അതേ സാധനം GNP ആകുമ്പോൾ എന്താ വരുന്നത്? GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം, നമ്മുടെ സിറ്റിസൺസ്, അല്ലേ, നമ്മുടെ ഇവിടുത്തെ പൗരന്മാർ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവരവിടെ നിന്ന് ജോലി ചെയ്ത് അവർ ഏൺ ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് GNPയിൽ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലേ? നമ്മുടെ വീട്ടിൻ്റെ ഇൻകം എന്ന് പറയുമ്പോൾ വീട്ടിനുള്ളിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുടെ ഇൻകം എന്നല്ല വരുന്നത്. അവർ കുറച്ച് ആൾക്കാർ പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതും വീട്ടിൻ്റെ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെയാണ് GNP. പുറത്തുനിന്നുള്ള ആൾക്കാർ എന്താണ്? നമ്മുടെ ഈ വീട്ടിലുള്ള നമ്മുടെ നാഷണൽസ്, ഇന്ത്യൻസ് എന്താണ് പുറത്ത് പോയി ജോലി ചെയ്ത് ഏൺ ചെയ്യുന്ന ഇൻകവും GNPയുടെ ഭാഗമാണ്. ഇനി NDP എന്ന് പറഞ്ഞു കഴിഞ്ഞാലും NNP എന്ന് പറഞ്ഞാലും സിമ്പിളായിട്ട് മനസ്സിലാക്കാം. GDPയിൽ നിന്ന് NDPയിലേക്ക് എത്തണമെങ്കിൽ നമ്മളിപ്പോൾ മെഷീനറിക്കായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട്, ഇപ്പോൾ മെഷീനറിക്ക് എപ്പോഴും പോകും തുരുമ്പ്, അല്ലേ, അല്ലെങ്കിൽ നട്ട് പോവുക, ബോൾട്ട് പോവുക, ഇങ്ങനെയുള്ള ചെറിയ ഒരു ഉപയോഗമില്ലാത്ത, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റാത്ത കുറേ ചിലവുകൾ, ചെലവുകൾ നമ്മുടെ എക്കോണമിയിൽ നടക്കുന്നുണ്ട്, ശരിയല്ലേ? ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രീസിയേഷൻ GDPയിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതാണ് അപ്പോൾ GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത്? NDP എന്ന് പറയുന്നത്. അതുപോലെ GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത്? NNP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രയും നിങ്ങൾക്ക് കണക്റ്റ് ആയി. ഇനി GDPയും GNPയും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നോക്കിക്കോ. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ് പറയുന്നത്, അല്ലേ? നെറ്റ് ഫാക്ടർ ഇൻകം. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പ് എന്നാണ് നമുക്കറിയാം. അവർ ഏൺ ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത്, ലാൻഡിൽ നമുക്ക് റെന്റ് കിട്ടും, അല്ലേ? അതുപോലെ തന്നെ ലേബറിൽ നമുക്ക് വേജ് കിട്ടും, അതുപോലെ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഓൺടർപ്രണർക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇതാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ റെന്റ്, വേജ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ദെൻ പ്രോഫിറ്റ്, ഇത്രയും ചേരുമ്പോഴാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ രണ്ട് വാല്യൂസ് തമ്മിൽ എന്താ ഒരു മൈനസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ സിറ്റിസൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് ഇപ്പോൾ UAEയിൽ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ടോ വിചാരിക്കാം. അതുപോലെ ഇന്ത്യക്കകത്ത് കുറേ വിദേശികളും പണിയെടുക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ചിലപ്പം ചിലപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ USA എന്നുള്ള ആൾക്കാരായിരിക്കാം, അവർ ഇന്ത്യയിലും പണിയെടുക്കുന്നുണ്ട്. ഈ പറയുന്ന UAEയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അവർ ഇന്ത്യക്കാരാണോ? ഇന്ത്യൻസ് പൗരന്മാർ UAEയിൽ പണിയെടുക്കുന്നുണ്ട്. അവർ കുറച്ച് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ റെന്റിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന വേജിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിലായിരിക്കാം. അതുപോലെ ഈ പറയുന്ന പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഏൺ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫറൻസ് ആണ്. ഇൻകം ഏൺഡ് ബൈ ഇന്ത്യൻസ് എബ്രോഡ് മൈനസ് ഇൻകം ഏൺഡ് ബൈ ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, GNP അല്ലേ സാർ ഏറ്റവും കൂടുതൽ വലുത്? കാര്യം GDPയുടെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യുമ്പോഴാണ് GNP കിട്ടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് വേണമെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അതെങ്ങനെയാണ് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നത്? നോക്കിയേ, ഈ പറയുന്ന
ഇന്ത്യക്കാർ, പുറത്തുനിന്നുള്ള ഇന്ത്യക്കാരാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത്. ആരേക്കാൾ? ഇന്ത്യയിലുള്ള വിദേശിമാരെക്കാൾ കൂടുതൽ ഫാക്ടറി ഇൻകം ഏൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വാല്യൂ പോസിറ്റീവ് ആകും അല്ലെ? അപ്പൊ നമ്മുടെ GDP-യേക്കാൾ കൂടുതൽ നമ്മുടെ GNP ആകും. ഇനി തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള വിദേശികളാണ് പുറത്തുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽസിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ ഒരു ചെറിയ വാല്യൂയിൽ നിന്ന് വലിയ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ആകും. സോ ആ ഒരു കണ്ടീഷനിൽ GNP എന്ന് പറയുന്നത് GDP-യേക്കാൾ കുറവായിരിക്കും. അപ്പോൾ GNP എന്ന് പറയുന്നത് GDP-യേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇവിടെയുള്ള നമ്മുടെ നാട്ടുകാരെക്കാൾ അല്ലെങ്കിൽ നമ്മുടെ പൗരന്മാരെക്കാൾ കൂടുതൽ പുറത്തുനിന്ന് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഫോറിനേഴ്സ് ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് കൂടുതൽ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? നമുക്ക് GDP-യും GNP-യും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ GDP-യും NDP-യും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ GNP-യും NNP-യും തമ്മിലും കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കുക. ഇതാണ് ഫണ്ടമെന്റൽ. ഇത് വെച്ചിട്ട് പ്രോബ്ലങ്ങൾ സ്ഥിരം ചോദിക്കാറുണ്ട്. അടുത്ത സീരീസ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാവരുടെയും കൺഫ്യൂഷനാണ്. മാർക്കറ്റ് പ്രൈസ് എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്താണ്? അടുത്തത് ഫാക്ടർ കോസ്റ്റ് എന്താണ്? ഫാക്ടർ കോസ്റ്റ് എന്താണ് അല്ലേ? ഇത് എന്താണ് നാഷണൽ ഇൻകം? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ, അപ്പം മുടങ്ങാതെ കൃത്യമായി ഈ കൺസെപ്റ്റ് മാസ്റ്റർ വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ, നിങ്ങളുടെ പഠനത്തിലുള്ള ഗ്യാപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.